എലപ്പുള്ളി ബ്രൂവറി കേസിൽ സർക്കാരിന് തിരിച്ചടി. ബ്രൂവറി പദ്ധതിക്കായി ഒയാസിസ് കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രാഥമികാനുമതി ഹൈക്കോടതി റദ്ദാക്കി. കോടതി വിധിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു. എന്നാൽ വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ, സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ, അവിടെയും സമരം ചെയ്ത കാര്യമല്ലേ. ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ് കോടതിയുടെ കണ്ടെത്തൽ. ഡിസ്റ്റിലറി അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ നൽകിയ പ്രാഥമിക അനുമതി ഇന്ന് കോടതി റദ്ദാക്കിയിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പേരിലാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ ഒന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നു എന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്കാരി ആക്ടിന്റെ സെക്ഷൻ 14 പ്രകാരമുള്ള പ്രാഥമിക അനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം കോടതി അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരുടെ വാദം ഇത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു. അബ്കാരി ആക്ടിനെതിരാണ് എന്നതായിരുന്നു. അത് കോടതി അംഗീകരിച്ചിട്ടില്ല, നിയമപരമാണ് എന്നാണ്. പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ്. കാരണം സർക്കാർ നൽകിയ അനുമതിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. എന്ത് സാങ്കേതിക കാരണം പറഞ്ഞാണ് കോടതി അനുമതി തള്ളിയത്? ദിവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം എവിടെ നിന്ന് ലഭിക്കും എന്നതിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. സർക്കാർ അനുമതി നൽകുമ്പോൾ വാട്ടർ അതോറിറ്റി ഈ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ വെള്ളം നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അങ്ങനെ വെള്ളം നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് എടുത്തു. ഇതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. മറ്റൊന്ന്, ഈ കമ്പനി കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് മറ്റൊരു പഞ്ചായത്തിൽ, കഞ്ചിക്കോട് വ്യവസായ മേഖല എന്നുള്ളത് പുതുശ്ശേരി പഞ്ചായത്താണ്, തികച്ചും വ്യത്യസ്തമായ എലപ്പുള്ളി പഞ്ചായത്തിലാണ് ഈ പദ്ധതി വരാൻ പോകുന്നത്. ഇതും കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ മന്ത്രി എം പി രാജേഷ് സർക്കാർ ചെയ്തതിൽ നിയമപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. തങ്ങൾ ഈ മദ്യനയത്തിന് അനുസരിച്ച് അബ്കാരി ആക്ട് പ്രകാരം തന്നെയാണ് നൽകിയത്, അതിനെ കോടതി ഒന്നും തന്നെ വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, മന്ത്രി എം പി രാജേഷിനെ കുറിച്ച് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനം ഒയാസിസ് കമ്പനിയുടെ PRO പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് നൽകുന്നത് അത് വെറും ആരോപണം മാത്രമാണ് എന്നുള്ളത്. അദ്ദേഹത്തോട് ഈ അഹല്യ ക്യാമ്പസിൽ പോയി മഴവെള്ള സംഭരണം ഉൾപ്പെടെ മാധ്യമങ്ങളെ വിളിച്ച് കാണിച്ചത് ചോദിച്ചപ്പോൾ അത് ഭൂഗർഭജലം ഊറ്റിയെടുക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇനി സർക്കാർ ഇതിൽ കക്ഷി ചേരില്ല. ഇതിൽ ഈ വെള്ളത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് കാണിക്കേണ്ടതും ഇതിന് അനുമതി വാങ്ങേണ്ടതും ഒയാസിസ് കമ്പനിയാണ്. ഇതിന് കൃത്യമായ അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ സർക്കാർ പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. ഈ സർക്കാരിന് തന്നെ, ഇപ്പോഴുള്ള പിണറായി സർക്കാരിന് തന്നെ ഇതിന് അനുമതി നൽകണമെന്നൊരു നിർബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു.